ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും മെസ്സി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയാസ് നോക്കാം. എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഒരു ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ നോക്കാം. ഇനി ഞാൻ എന്താ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു വൈറ്റ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു വൈറ്റ്, റെഡ്, ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻസൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ എന്നിട്ട് അതിൽ ഇങ്ങനെ ഒരു ഇത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണേ. മുകളിലത്തെ ലെയർ മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി റെഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡ് കളർ എടുത്തിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഞാനൊരു ഇലയുടെ ഷേപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു വെട്ടിയെടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളൊരു വട്ടത്തിലൊക്കെ നമ്മളൊരു റോസ് പൂ ഒക്കെ ചെയ്യാറില്ലേ സിമ്പിളായിട്ട്, അത് വേണമെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഫുള്ളായിട്ട് ആ ഡിസൈനിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഓരോ 2 എണ്ണം ഇതാണ് കേട്ടോ. അതായത് ഏറ്റവും ചെറുത് 2 എണ്ണം, അതിൻ്റെ വലുത് 2 എണ്ണം, അതിൻ്റെ വലുത് 2 എണ്ണം, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിലിങ്ങനെ കുഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, വെറുതെ റൗണ്ടാക്കി വെക്കാനാണ് ഇഷ്ടച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാനാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ആ കാർഡ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നിവർത്തി കൊടുത്തിട്ട് ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്നായിട്ട് ഇതിങ്ങനെ ഈ ഒരു ഷേപ്പ് വരുന്ന വിധത്തിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും ചെറുത് മുകളിൽ, അതിന് ശേഷം താഴത്തേക്ക് വലുത് ആ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിൻ്റെ സ്വല്പം വലുതെടുത്തിട്ട് ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ 4 ലെയറാണ് ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തത് നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പുറം ഭാഗം ഇത്രയും പ്ലെയിനായി കിടക്കേണ്ട വെച്ചിട്ടാണ് ഇവിടെ ഇത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുക. അതെ, ഇതിനൊരു കാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്ത് വിഷസ് വേണമെങ്കിൽ എഴുതാം. ഉള്ളു ഫുള്ള് പ്ലെയിനാണ് അവിടെ എഴുതാം. പുറത്തൊക്കെ ഇങ്ങനെ എഴുതിയാൽ ഭംഗിയുണ്ടാവും കേട്ടോ. ഇതിൽ സ്കെച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്ലെയിനായിട്ട് തന്നെ കാണിക്കണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.